ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ഒരു വീഡിയോ, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ DBT അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേമ പെൻഷൻ വിതരണമല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യാൻ പോവുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് 2 മാസമോ അല്ലെങ്കിൽ 3 മാസത്തെ വരെയോ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഈ വർഷ അവസാനത്തോടു കൂടി തന്നെ കുടിശ്ശിക തുകയിൽ 2 മാസത്തെ തുക വിതരണം ചെയ്യുമെന്നുള്ളൊരു കാര്യം. പക്ഷേ എല്ലാം വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുമ്പോൾ 1 മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ ഈ അതാത് മാസത്തെ തുകയും കൂടി ചേർത്ത് 2 മാസത്തെ തുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വിതരണം ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് തുക കടമെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 3000 കോടി രൂപയാണ് ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നത്. അങ്ങനെ ഏകദേശം 3 മാസത്തെ തുക വരെ ലഭിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എങ്കിൽ ഇപ്പോൾ മുഴുവനായി തന്നെ അടപടലം മാറിയിരിക്കുന്ന സാഹചര്യമാണ്. 1 മാസത്തെ ക്ഷേമ പെൻഷൻ തുക മാത്രമേ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള DBT അധികൃതരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ആദ്യം കേൾക്കുക. ഹലോ, DBT അല്ലേ? അതെ അതെ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിളിക്കായിരുന്നേ. പേരെന്താണ്? എൻ്റെ പേര് ഷാൻ എന്നാണ്. ഞാനൊരു ചാനലിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചായിരുന്നു. നമ്മുടെ ക്ഷേമ പെൻഷന്റെ വിതരണം വല്ലതും ആയിരുന്നോ? ഈ ആഴ്ച അവസാനമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ കാണും. എത്ര മാസത്തെ ആയിരുന്നേ? ഒരു മാസത്തെ. 1 മാസത്തെ തുകയേ ഉള്ളോ? ആ. 2 മാസത്തെ വിതരണം ചെയ്യുമെന്ന് സൂചന വന്നായിരുന്നു. ഇല്ല ഇല്ല, 1 മാസത്തെ ഉള്ളല്ലേ? ആ. അതിന് ബില്ല് എടുത്തതാണോ അത്? ഇല്ല ഇല്ല, ബില്ലെടുക്കാൻ സൈറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ക്ലോസ് ചെയ്തിരിക്കുന്നുള്ളൂ. 1 മാസത്തെ മാത്രമുള്ള വിതരണം ഉള്ളൂ. പക്ഷേ ഈ വർഷത്തെ 2 മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നേ, ധനമന്ത്രിയെ. അതാ ഞാൻ ചോദിച്ചതേ. ആ, ഇപ്പൊ അറിയിപ്പോ 1 മാസത്തതേ വന്നുള്ളൂ. 1 മാസത്തെ വരുന്നുള്ളൂ അല്ലേ? ഇത് ഉറപ്പല്ലേ? കൺഫേം അല്ലേ ഇത് 1 മാസത്തെ ഉള്ളതെന്നുള്ള? ഉറപ്പാണ്. ഈ വോയിസ് ക്ലിപ്പിൽ തന്നെ കാര്യമായി പറയുന്നു, ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ച തുടക്കത്തോടു കൂടി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവും. ഇതിനുവേണ്ടി എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ 1 മാസത്തെ തുക മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്ന്. ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്ന് എല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. 2 മാസത്തെ പെൻഷൻ തുക പ്രതീക്ഷിക്കേണ്ട. ഒരു പക്ഷേ ഈ ഒരു തുക വിതരണം ചെയ്തതിന് ശേഷം ഈ മാസം അവസാനത്തോടു കൂടി ചിലപ്പോൾ സർക്കാരിന് ഈ ഒരു ക്രിസ്മസിന് മുമ്പാകെ ഒരു ഗഡു വിതരണം ചെയ്തതിന് ശേഷം ഈ മാസം അവസാനത്തോടു കൂടി ചിലപ്പോൾ 1 മാസത്തോടു കൂടി വിതരണം ചെയ്തേക്കാം. പക്ഷേ അതിൽ ഒന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലാക്കി വെക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.